UDF ഭരിക്കുന്ന പാലക്കാട് തച്ചാമ്പാറ പഞ്ചായത്തിലെ ഫണ്ട് തട്ടിപ്പിൽ 3 പേർ അറസ്റ്റിൽ. പഞ്ചായത്തിലെ ജീവനക്കാരി ദിവ്യ, ഭർത്താവ് രാമകൃഷ്ണൻ, ബന്ധു സുശീല എന്നിവരാണ് അറസ്റ്റിലായത്. 13 ലക്ഷം രൂപയാണ് ഇവർ പഞ്ചായത്തിൽ നിന്നും തട്ടിയെടുത്തത്. വർഷത്തെ ധനകാര്യ പത്രിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് UDF ഭരിക്കുന്ന പാലക്കാട് തച്ചമ്പാറ പഞ്ചായത്തിൽ പരിശോധന നടന്നത്. പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് വൻ സാമ്പത്തിക തട്ടിപ്പ്. 17ലേറെ അനധികൃത ഇടപാടുകളിലൂടെ 13 ലക്ഷം രൂപയാണ് പഞ്ചായത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും തട്ടിയെടുത്തത്. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് വരുന്ന അക്കൗണ്ടിൽ നിന്നാണ് പണം നഷ്ടമായത്. ഈ ഗ്രാമ സ്വരാജ് വഴി പഞ്ചായത്ത് നടത്തിയ പണമിടപാടിലാണ് ക്രമക്കേട്. പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും ഡിജിറ്റൽ ഒപ്പ് ദുരുപയോഗം ചെയ്തായിരുന്നു തട്ടിപ്പ്. 2 താൽക്കാലിക ജീവനക്കാരികൾ ചേർന്ന് പണം തട്ടിയെടുത്തെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. ഇവരെ അന്വേഷണ വിധേയമായി പഞ്ചായത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. തുക ജീവനക്കാരിയുടെ ഭർത്താവിന്റെയും ബന്ധുവിന്റെയും അക്കൗണ്ടിലേക്ക് പോയതായും കണ്ടെത്തി. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ കേസെടുത്ത കല്ലിടക്കോട് പോലീസ് താൽക്കാലിക ജീവനക്കാരി അടക്കം 3 പേരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ദിവ്യ, ഭർത്താവ് രാമകൃഷ്ണൻ, ബന്ധു സുശീല എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ അട്ടപ്പാടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 1-ാം പ്രതി വിദ്യയാണ് പണം തട്ടിയത്. കേസിലെ 2ഉം 3ഉം പ്രതികളായ രാമകൃഷ്ണൻ, സുശീല എന്നിവരുടെ അക്കൗണ്ടിലേക്കാണ് തുക മാറ്റിയത്. 2012 മുതലാണ് വിദ്യ താൽക്കാലിക ജീവനക്കാരിയായി പ്രവേശിച്ചത്. അതിനാൽ മുൻകാലങ്ങളിലെയും സാമ്പത്തിക കണക്കുകൾ പരിശോധിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ജോസഫ് പറഞ്ഞു. ഒരു വർഷം കൊണ്ട് ഇത്രയും അക്കൗണ്ടിൽ ഇത്രയും പൈസ 2 വ്യക്തികൾക്ക് മാറാൻ പറ്റിയെങ്കിൽ ഇതിന്റെ ബാക്കിലേക്ക് നമുക്ക് അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഞങ്ങൾ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടത്തുക തന്നെ ചെയ്യും. ഇത് കണ്ടെത്തുകയും ചെയ്യും. കുറ്റവാളികൾ നമുക്ക് കൊണ്ടുവരിക തന്നെ. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നതിൽ ഭരണസമിതി പരാജയപ്പെട്ടെന്നും തട്ടിപ്പ് വിജിലൻസ് അന്വേഷിക്കണമെന്നും ഡിവൈഎഫ്ഐ തച്ചമ്പാറ ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇവിടെ തച്ചമ്പാറ പഞ്ചായത്തിൽ മൊത്തം ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പഞ്ചായത്തിൽ UDFന്റെ ഭരണസമിതി വന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും UDFന് ഭരണത്തിന് കയറാൻ വേണ്ടിയിട്ടുള്ള ഭൂരിപക്ഷം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് UDF നേതൃത്വത്തിന്റെ കൂടി അറിവോ സമ്മതത്തോടു കൂടിയാണ് ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിട്ടാണ് ഞങ്ങൾ ഈ നാട്ടിലെ DYFIക്കാർക്ക് ഏറെ സംശയമുള്ളത്. ഇതിനെ സംബന്ധിച്ച് സമഗ്രവും നീതിപൂർവമായിട്ടുള്ള അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കണം. ന്യൂസ് മലയാളം, പാലക്കാട്.